നമസ്കാരം. നമ്മൾ ഇതിൻ്റെ ക്യാപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് നിങ്ങൾ ധരിക്കും. പലരും വെളുത്ത ലോഹയിട്ട ചെകുത്താന്മാരുടെ തൊലിക്കൻ സഭ മുച്ചൂടും മുടിയുമെന്നാണ് ഇതിൻ്റെ ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. അതിലപ്പുറമുള്ള ഹെഡിങ്ങുകൾ കൊടുത്താൽ ഇത് ചിലപ്പോൾ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യില്ല. അവർ ചില വാക്കുകൾ അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഒരു മുഖവരിയും കൂടാതെ ഞാനൊരു കാര്യം പറയാം. 3,30,000 കുട്ടികളെ 13 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികളെ 12, 13, 14, 15 വയസ്സിന് ആ പ്രായമുള്ള പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പിച്ചി ചീന്തിയതിൻ്റെ തെളിവുകൾ ഇന്ന് ലോകത്തിൻ്റെ മുമ്പാകെ നിരത്തി വച്ചിരിക്കുകയാണ്. ആരാണ്? ക്രിസ്ത്യൻ അതോറിറ്റികൾ, മാർപ്പാപ്പ, ബഹുമാനപ്പെട്ട മാർപ്പാപ്പ അടക്കം എല്ലാവരും കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അവരവിടെ നിന്ന് കൊടുത്തൊരു എൻക്വയറി കമ്മീഷൻ അത് വെച്ചാണ് അത് ചെയ്തത്. ദശകങ്ങളെ കൊണ്ടാണ് അത് ചെയ്ത. ആളുകളും അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിച്ചവരും പലരൊന്നും ജീവിച്ചിരിപ്പില്ല. ഭവിഷ്യത്ത് അനുഭവിച്ചവരിൽ ഭൂരിഭാഗം പേര് ജീവിച്ചിരിക്കേണ്ട കുട്ടികളായിരുന്നതുകൊണ്ട്. ഇത് നമ്മൾ ഇന്ന് ഇവിടെ നടക്കുന്ന, കേരളത്തിൽ നടക്കുന്ന ഈ തൊലിക്കന്മാരുടെ സെക്ഷൽ അബ്യൂസുകൾ, അതുമായിട്ടൊന്ന് നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കേണ്ടതുണ്ട് അതിന് സമയമാകുമ്പോൾ. ഈ വാർത്ത ഞാൻ ഇവിടെ വായിക്കാം. ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഏകദേശ രൂപം ഞാൻ വായിക്കാം. നിങ്ങളെയും കുറേ അറിഞ്ഞതായിരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്കിതിൻ്റെ പലരും എൻ്റെ ലിങ്ക് അയച്ചു തരാറുണ്ട്. അപ്പോൾ ലിങ്കിനകത്ത് കാണുന്നത് 3,30,000 കൊച്ചു കുട്ടികളെ ചൂഷണത്തിനും, ലൈംഗിക ചൂഷണത്തിനും പീഡനത്തിനും വിധേയമാക്കി കത്തോലിക്ക പള്ളിക്കാർ, അച്ഛന്മാരും കന്യാസ്ത്രീകളും കൂടിയിട്ട്, കന്യാസ്ത്രീകളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഞാനത് കാര്യമായിട്ട് എടുത്തില്ല. കാരണം എന്താണ് അതിൻ്റെ സോഴ്സ് എന്ന് എനിക്കറിയില്ല. റിപ്പോർട്ടിൻ്റെ സോഴ്സ് എന്താ എനിക്കറിയില്ല. ഒരു സുഹൃത്ത് എനിക്ക് ഒമാനിൽ നിന്ന് അതിൻ്റെ ലിങ്ക് അയച്ചു. ഞാൻ അപ്പോൾ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം അതും എവിടെ നിന്നെങ്കിലൊക്കെയും പടച്ചുണ്ടാക്കാൻ പറ്റുമല്ലോ. ഈ വാർത്തകളൊക്കെ എൻ്റെ തലയുടെ മേലെ കൂടെ പോയി. ഒന്നും എൻ്റെ ചെവിയിൽ കയറിയില്ല. പലരും ഇതുപോലെ തന്നെ യൂട്യൂബിലേക്കും പലതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണല്ലോ വാസ്തവത്തിൽ. അത് എങ്ങനെ വിശ്വസിക്കും? ആലോചിച്ച് നോക്കി, എങ്ങനെ വിശ്വസിക്കും? 3,33,000 കുട്ടികളെ സെക്ഷൽ അബ്യൂസിന് വിധേയമാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിസ്ത്യാനികൾ, ഞാൻ വിചാരിച്ചിപ്പോൾ ഏതെങ്കിലും വേറെ സോഴ്സിൽ നിന്ന് എന്തെങ്കിലും തട്ടിവിടുന്നതായിരിക്കുന്നു. പക്ഷെ ഇന്ന് കൃത്യമായിട്ടുള്ള വളരെ റിലയബിളായിട്ടുള്ള സോഴ്സിൽ നിന്ന് ഈ വിവരം എനിക്ക് കിട്ടുകയാണ്. തല തരിച്ചുപോയി വാസ്തവത്തിൽ. ഒന്ന് തന്നെ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും അന്വേഷിച്ചു. വളരെയധികം സത്യസന്ധമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് വന്നിട്ടുള്ളതാണ് എല്ലാം. അതിൻ്റെ പേര് സാക്ഷാൽ മാർപ്പാപ്പ അതിനെക്കുറിച്ച് പറയുന്നതും മാപ്പ് പറയുന്നതും എനിക്കും സഹിക്കാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറയുന്ന വീഡിയോ ഇവിടെ കിട്ടി. ആ എൻക്വയറി കമ്മീഷൻ്റെ ആൾ പറയുന്ന വീഡിയോ ഇവിടെ കിട്ടി. അപ്പോൾ നമുക്ക് ധൈര്യമായല്ലോ, കാര്യങ്ങൾ ശരിയാണെന്ന് അറിയാൻ കഴിഞ്ഞല്ലോ. ഞാനിവിടെ ഏകദേശം 20-22 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആശ്രമത്തിൽ പഠിക്കുന്ന സമയത്ത്, അന്ന് അവിടെ ഒരു മെക്സിക്കോക്കാരൻ അവിടെ വന്നു. അയാൾ വന്ന് പറഞ്ഞത്, ഞങ്ങളുടെ അവിടുത്തെ ഇങ്കാ സംസ്കാരം, കുറച്ച് മയൻ സംസ്കാരം, റെഡ് ഇന്ത്യ എന്ന് പൊതുവെ പറയും, അതായിരുന്നു ഞങ്ങളുടെ മെക്സിക്കോയിലുണ്ടായ സംസ്കാരം. ആ സംസ്കാരം മുഴുവൻ തകർത്തിട്ട് ഇപ്പോൾ അവർ കൊണ്ടുവന്ന സംസ്കാരം അധമമായിട്ടുള്ള സംസ്കാരം കൊണ്ടുവച്ചിട്ടുള്ളത്. ഏതെങ്കിലും നേതാക്കന്മാരെ അല്ലെങ്കിൽ പണക്കാരേക്കും വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. പണക്കാരേക്കും വരുമ്പോൾ അവരുടെ ചർച്ചിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ 100, 150, 200 കിലോമീറ്റർ അകലേക്ക് തിരിച്ചു പോകുമ്പോൾ അവിടെയുള്ളൊരു കന്യാസ്ത്രീകൾ, 2 കന്യാസ്ത്രീകളുടെ കാര്യം അവർ പറയും, നോക്കൂ ഇവർക്കും കൂടി അവിടേക്ക് വരേണ്ടതുണ്ട്, അപ്പോൾ നിങ്ങൾ അവരെയൊന്നും അവിടെ കൊണ്ടാക്കാമോ? ഓ ഞാൻ റെഡിയാണെന്ന് പറയും. 2 ദിവസം അവരവിടെ ഉണ്ടാവും, നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും പറയും.
അവരുടെ പെണ്ണുങ്ങളെ കാണിച്ചു പോലും മതം മാറ്റം എന്നിത്യാദി കാര്യങ്ങൾ നടത്തുന്നവരാണ് ഈ തൊലിക്കന്മാർ, ഈ ചർച്ചിൻ്റെ ആൾക്കാരെന്ന് അദ്ദേഹം പറഞ്ഞ സമയത്തൊക്കെ ഞാൻ കാരണം അങ്ങരുടെ ഇംഗ്ലീഷും അങ്ങനത്തെ ഇംഗ്ലീഷായിരുന്നു, എനിക്ക് മുഴുവൻ മനസ്സിലാവില്ല. പക്ഷെ അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് കുറേ ഫോട്ടോസേയും കാണിച്ചൊന്നും ആകട്ടെ, അതിപ്പോൾ നമുക്ക് വിഷയമല്ല, അന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പിന്നീടൊക്കെ ജർമ്മനിയിലുള്ള ഒരാൾ, അദ്ദേഹം പള്ളിയിൽ പാതിരിയായിട്ട് പഠിക്കാൻ പോയതാണ്. അതിന് തല്ല് കിട്ടിയിട്ട് അങ്ങനെ പുറത്തു വന്നത്. അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. ജോൺ എന്നാണ് പേര്, ജോൺ വോൾഫ് ഗ്യാങ് എന്നോ മറ്റോ പേര് അദ്ദേഹത്തിൻ്റെ. വോൾഫ് ഗ്യാങ് എന്ന് പറയുമ്പോൾ ചെന്നായിക്കൂട്ടെന്നല്ല, എന്താണ് പേരെനിക്ക് അങ്ങനെ ജോൺ എന്നാണ് പേര്, നമ്മൾ ഈ ജോൺ എന്ന് വിളിക്കും. പക്ഷേ ഇങ്ങനൊരു പേരിലാണ് അങ്ങനെ ഇവിടെ അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ഇവിടെ വന്ന് കാവ്യവസ്ത്രമൊക്കെ ധരിച്ചൊരു സന്യാസിയായിട്ട് ഒരിക്കൽ അങ്ങേരുടെ എന്തുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്നിങ്ങനെ താമസിക്കുന്നതിൻ്റെ വിശദീകരണം തരാൻ വേണ്ടിയിട്ട് അതിനെ ഡയസിൽ കയറ്റി. മൊത്തം ആ കോഴ്സിൻ്റെ വാലിഡേറ്ററി ഫംഗ്ഷന് വേണ്ടി കയറ്റിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞത്, ലക്ഷക്കണക്കിന് കുട്ടികളെ, കൊച്ചു കുട്ടികളെ സെക്ഷൽ അബ്യൂസിന്, ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിട്ട് മാനസിക രോഗികളാക്കി മാറ്റിയ ഒരു സഭയാണ്. ആ സഭയിലാണ് ഞാൻ ചേർന്ന് പഠിക്കാൻ പോയത്. അതിൻ്റെ സത്യമായിട്ടുള്ള വശങ്ങൾ കണ്ട സമയത്ത് എനിക്കവിടെ നിൽക്കാൻ തോന്നിയില്ല, ഇറങ്ങിപ്പോന്നു. ആ സമയത്ത് അവിടെ ഞങ്ങളുടെ വലിയ സ്വാമി അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സംപൂജ്യ സ്വാമിജികൾ എന്നാണ് പറയുക, അദ്ദേഹത്തിൻ്റെ പേര് പോലും വിളിക്കില്ല. അദ്ദേഹം അവിടെ നിന്ന് കേട്ടിട്ട് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇരിക്കുക, അങ്ങനെ എപ്പോഴും ഇങ്ങനെ കുറച്ച് കേട്ട് വാട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഒരു ചെറുപ്പക്കാരൻ വന്ന് അങ്ങനെ എന്തെങ്കിലും വെഞ്ചിയൻസ് ഉണ്ടായിരിക്കും അവിടുത്തെ ക്രിസ്ത്യൻസിനോട്, അതുകൊണ്ട് പറയുന്നതായിരിക്കും വെച്ചാൽ സ്വാമി അവിടെ എനിക്ക് പോയി. അന്നും ഇതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഒരിക്കൽ ഞാൻ പാല രാമകൃഷ്ണ മിഷനിലിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു വലിയ പുസ്തകം, സെക്ഷൽ അബ്യൂസ് നടക്കുന്നതിൻ്റെ യൂറോപ്പിലാകെ അതിൻ്റെ പുസ്തകം കിട്ടുന്നത്. അതൊരു ക്രിസ്ത്യാനി എഴുതിയതാണ്. എന്നിട്ടും അതിപ്പോൾ അത്ര കാര്യമായിട്ട് എടുത്തില്ല. കാരണം ലക്ഷോപലക്ഷം കുട്ടികളെ എന്ന് പറയുമ്പോൾ നമുക്കത് കാര്യമായിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷെ എല്ലാം കഴിഞ്ഞു വന്നപ്പോൾ സത്യമാണ്, ദശകങ്ങളായിട്ട് തുടർന്നു വരികയാണ് ഈ സെക്ഷൽ അബ്യൂസ്. കന്യാസ്ത്രീകളും കൂടിയിട്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടപ്പോൾ നമ്മളുടെ ഇവിടെ ഇറങ്ങിയിട്ടുള്ള പുസ്തകമുണ്ട്, ഒരു സിസ്റ്റർ പുറത്തു വന്നിട്ട് ഇറങ്ങിയ പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. കന്യാസ്ത്രീകൾ തന്നെ ഭാര്യയും ഭർത്താവും ആവും അത്രേ, അതും നടമാടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരുതരം അസൂയും പൗശന്യം പോരും വെച്ച് ഇതര സമൂഹങ്ങൾ അവരുടെ അലിഗേഷൻസ് ആണെന്ന് ആദ്യം വിശ്വസിച്ചിരുന്നത്. ഇതിപ്പോൾ അതല്ല സത്യം. ഈ ലോഹയ്ക്കകത്ത് കിടക്കുന്ന ചെകുത്താന്മാർ, തെമ്മാടികൾ, ഇനി വേറെ എന്തെങ്കിലും ഭാഷയുണ്ടെങ്കിൽ അതും പറയാം, മ്ലേച്ഛന്മാർ, വെയിലിട്ട് നടക്കുന്ന, കറുത്ത വെയിലും വെളുത്ത വെയിലിട്ട് നടക്കുന്ന കന്യകാസ്ത്രീ എന്ന് പറയുന്ന, കന്യകാത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഭൂരിപക്ഷം ചരക്കുകൾ അതിൻ്റെ പെണ്ണുങ്ങൾ ഉള്ള കന്യാസ്ത്രീ സഭ കൃത്യമായിട്ടും പിശാചികളാണ്. വിച്ചസ്, നോട്ട് എ നൺസ്, വിച്ചസ്. അതാണ് സത്യം. ഈ 3,30,000 പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ദ്രോഹിച്ചവർ പലരും മാനസിക രോഗികളാക്കി മാറ്റി. ഇന്നും അവരോടെയുണ്ട്. ചെയ്തവരിൽ കുറേ ആൾക്കാർ മരിച്ചുപോയി, കുറേ ആൾക്കാരോട് ജീവിച്ചിരിക്കുന്നുണ്ട്. ഇതിൽ കന്യാസ്ത്രീകൾ പോലും പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രമാത്രം ഡർട്ടിയസ്റ്റ് ആയിട്ടുള്ള കാമവും പേറിയിട്ടാണ് ഇവർ ഈ മഠത്തിനകത്ത് കഴിഞ്ഞുകൂടുന്നത്. ഇതൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത കുറേ കാര്യങ്ങളായിട്ടായിരുന്നു ആദ്യം എനിക്ക് അനുഭവപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ള വാർത്ത ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. കുറേയൊക്കെ നിങ്ങൾ കേട്ടതാണ്. അതിൽ പറയുകയാണ്, മെയിൽ ഓൺലൈൻ ന്യൂസാണ് അതിലാണ് പറയുന്നത്, nuns used crucifixes to rape girls during decades of abuse carried out by clergy in France's Catholic Church that so attacked Son 330,000 children covered up by a veil of silence. Damning report, നരകീയമായിട്ടുള്ള റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. നൺസ്, കന്യാസികൾ യൂസ്ഡ് ക്രൂസിഫിക്സസ് പറഞ്ഞാൽ ക്രൂരമായിട്ടുള്ള മർദ്ദനം. ക്രൂസിഫൈ ചെയ്യാന്നൊക്കെ പറയില്ല, ക്രൂസിഫിക്സസ്, അതിക്രൂരമായിട്ടുള്ള പീഡനം. നൺസ്
ടു റേപ്പ് ഗേൾസ് ഡ്യൂറിങ് ഡിക്കേഡ്സ് ഓഫ് അബ്യൂസ്. ദശകങ്ങളായിട്ട് തുടർന്നു വരുന്നു. ക്യാരിഡ് ഔട്ട് ബൈ ക്ലർജി ഫ്രാൻസിസ് കാത്തലിക് ചർച്ചാണ് പറഞ്ഞത്. സോ അറ്റാക്സ് ഓൺ 3,30,000. അത് ആരും അസൂയയും പൗശന്യവും പോരും എന്ന് പറയുന്നതല്ല എന്ന് സാരം. അങ്ങനെയാണെങ്കിൽ ഇവരതെടുത്ത് പറയില്ലല്ലോ. ഇത് പോപ്പ് ഉൾപ്പെട്ടിട്ട സംഘം, പോപ്പ് അപ്പോയിൻ്റ് ചെയ്ത സംഘക്കാർ കണ്ടെത്തിയതാണ്, അല്ലാതെ അവിടെയുള്ള RSSകാരോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റേ മുസ്ലിംസോ കണ്ടെത്തിയതല്ല. ദ 2,500 പേജ് ലാൻഡ് മാർക്ക് റിപ്പോർട്ട്, 2,500 പേജുള്ളൊരു റിപ്പോർട്ടാണ് ഇതിനകത്ത് എത്തിയിട്ടുള്ളത്. Was released Tuesday after more than 2 years of investigations by an independent commission in France, first major reckoning with the devastating phenomenon. ഈ ഒരു അത്ഭുത പ്രതിഭാസം 2,500 പേജ് വരുന്ന ഒരു റിപ്പോർട്ട്, അതാണ് ഇപ്പോൾ റിലീസായിട്ടുള്ളത്. ഈ ചൊവ്വാഴ്ചയാണ് റിലീസാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 20 വർഷം മുമ്പ് ഞാൻ അറിഞ്ഞൊരു കാര്യമാണത്. അന്ന് കാര്യമായിട്ടെടുത്തില്ല. ഫ്രാൻസ്, ജർമ്മനിയിൽ നിന്ന് ജർമ്മൻ ജീവിതം മടുത്ത് ഇവിടെ വന്ന ഒരാൾ പള്ളികളിൽ നടക്കുന്ന മുഴുവൻ സെക്ഷൽ അബ്യൂഷനാണ്. ലാക്ക് ഓഫ് ലാക്ക് എന്നാണ് പറഞ്ഞത്. ഓക്കെ ഒരു മനസ്സിലൊരു അസൂയ വൈരാഗ്യോ ആരെങ്കിലും തല്ല് കിട്ടിയതിൻ്റെ പേരിലൊക്കെ ആവുന്ന ഞാൻ കരുതിയത്. അപ്പം അന്നേ സംഭവമുണ്ട്, റിലീസായിട്ടില്ല എന്ന് മാത്രം. ഒളിച്ചു വെച്ച് കുറേ കാലം. ആ വിക്ടിം നെയ്ഡ് മാരി testified that she was abused as an 11-year-old, 11 വയസ്സുള്ള സമയത്ത്. ആൻഡ് when she complained about the abuse to her parents, they refused to believe when none could do such a things. ഈ കുട്ടി വന്നിട്ട് വീട്ടിൽ വന്ന് പറഞ്ഞു, 11 വയസ്സിൽ, ഇപ്പം ജീവിച്ചിരിക്കുന്ന ഇരയാണ് പറയുന്നത്, 11 വയസ്സിൽ എന്നെ ഒരു കന്യാസ്ത്രീ അവിടെ അബ്യൂസ് ചെയ്ത സമയത്ത് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ വല്ല ഭ്രാന്തും പറയരുത്, ഒരു കന്യാസ്ത്രീ അങ്ങനെ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. Then the abuse continued for another year. വീണ്ടും അടുത്ത വർഷങ്ങളിൽ ഈ പീഡനം തുറന്നു വന്നു. ഈ കുട്ടി എവിടെ പറയും, ആരോട് പറയും? I was truly a gift for this nun because she knew full well that she did not risk anything. അവൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് കന്യാസ്ത്രീ മനസ്സിലാക്കി. ഈ കുട്ടി പറയുകയാണ്. ആൻഡ് അവൾക്ക് എന്നെപ്പോലെ സുന്ദരിയായിട്ടുള്ള കുട്ടി അവൾക്ക് കിട്ടിയൊരു സമ്മാനമായിട്ടാണ് അവർ യൂസ് ചെയ്തിരുന്നത് എന്ന് സാരം. അവർക്ക് നന്നായിട്ട് അറിയായിരുന്നു ഞാൻ അരക്ഷിതാവസ്ഥയിലായിരുന്നു. 80% of victims were young boys between the ages of 10 and 13. However, many girls also suffered abuse, not only by priests but also by nuns. 80% വിക്ടിംസും അതിനുണ്ടായിരുന്ന 13 വയസ്സിനും 10 വയസ്സിനും 13 വയസ്സിനും ഇടയിലുള്ള ആൺകുട്ടികളായിരുന്നു. പിന്നെ ബാക്കിയുള്ളത് 20% പെൺകുട്ടികൾ. ഇനി മറ്റൊരു കാര്യം അറിയാമോ, ഒരുപാട് പെൺകുട്ടികളും ഇതുപോലെ സെക്ഷൽ അബ്യൂസിനിടയായിട്ടുണ്ട്. അത് പീഡിപ്പിച്ചത് നോട്ട് ഓൺലി ബൈ പ്രീസ്റ്റ്സ് ബട്ട് ഓൺലി ബൈ നൺസ്. അത് വൈദികന്മാർ, അച്ഛന്മാരുടെ പരിപാടി ഇത് തന്നെയപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ സാമി വേറെ വല്ല കാര്യം പറയും, കേട്ടിട്ട് മടുത്തു എന്ന് പറയും. അച്ഛന്മാരുടെ കാര്യം പോട്ടെ, കന്യാസ്ത്രീകൾ പോലും, കാമാതുരകളായിട്ടുള്ള കന്യാസ്ത്രീകൾ പോലും പെൺകുട്ടികളെയും ആൺകുട്ടികളെയും അവരുടെ തീവ്രമായിട്ടുള്ള കാമം ശമിപ്പിക്കാനുള്ള മറ്റേ യന്ത്രങ്ങളാക്കി മാറ്റിയെന്നാണ് പറയുന്നത്. Nuns used crucifixes to rape little girls for forced boys to have sex with them, according to the report. ഈ റിപ്പോർട്ട് വത്തിക്കാനിൽ അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞ റിപ്പോർട്ടിൽ പറയുകയാണ്, നൺസ് യൂസ്ഡ് ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന്, റേപ്പിന് കൊച്ചു പെൺകുട്ടികളെ, അതുപോലെ തന്നെ ആൺകുട്ടികളെയും ഫോഴ്സ് ചെയ്തു എന്നാണ് പറയുന്നത്, നിർബന്ധിച്ചുകൊണ്ട് ടു ഹാവ് സെക്സ് വിത്ത് ദം, അക്കോർഡിംഗ് ടു ദ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നതാണ്. പോപ്പ് ഫ്രാൻസിസ് ടുഡേ എക്സ്പ്രസ്ഡ് ടു ദി വിക്ടിം ദിസ് ഗ്രേറ്റ് സോറോ ഫോർ ദെയർ വോൺസ്. അവർക്ക് പറ്റിയ വലിയ മുറിവുകൾ, മരിച്ചുപോയ ആൾക്കാരുണ്ട്, ഇതിൻ്റെ പ്രതികൾ മരിച്ചുപോയവരുണ്ട്, ഇതിനനുഭവിച്ചു പോലും പലരും മരിച്ചുപോയി. ഇത് ഇന്നിലും തുടങ്ങിയതല്ല, 10, 40, 50, 60 വർഷങ്ങളായിട്ട് തുടങ്ങിയതാണ്. ആ മരിച്ചുപോയ ആത്മാക്കളോട് പോലും അവരുടെ മനസ്സിന് ഏറ്റ മുറിവ്, അതിന് പോലും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾക്ക് സങ്കടമുണ്ടെന്ന്. പുണ്യാത്മാവായിട്ടുള്ള പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുകയാണ്, ആ ഇരകളോട് എനിക്ക് ഗ്രേറ്റ് സോർ ഐ ഫീൽ, എനിക്ക് വലിയ സങ്കടമുണ്ട് ഫോർ ദെയർ വോൺസ്. അവർക്ക് ഈ പരിക്ക് പറ്റിയതിൽ അവരുടെ ഹൃദയത്തിന് മുറിവേറ്റിരിക്കുകയാണ്, അതിൽ സങ്കടമുണ്ട്. ആൻഡിങ് that
that he was grateful for the courage they had shown in denouncing what they had been through. ഇതൊക്കെയും അനുഭവിക്കുന്ന സമയത്തും അവർ പല കാരണങ്ങൾ കൊണ്ടും പലതുകൊണ്ട് ഇതൊക്കെ മൂടി വയ്ക്കുകയായിരുന്നു ചെയ്തിരുന്നത്. The investigation found that an estimated 330,000 children were victims of sex abuse within France Catholic Church between 1950 to 2020. ഇതിൽ പറയുന്നത് ഇത് ആഗോള ബേസിലുള്ള കണക്കല്ല. ലോകത്തിലെമ്പാടുമുള്ള പള്ളികളിൽ നമ്മുടെ കേരളത്തിലുള്ള പള്ളികൾ അച്ഛന്മാർ ചെയ്ത് ഒപ്പിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. അല്ല, അതെല്ലാം കൂടിയിട്ടല്ല ഈ കണക്ക്. ഇത് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഫൗണ്ട് ദറ്റ് ആൻ എസെൻഷ്യൽ 330,000 ചിൽഡ്രൻ വെർ വിക്ടിംസ് ഓഫ് സെക്സ് അബ്യൂസ് വിത്തിൻ ഫ്രാൻസ്. ഒരൊറ്റ ഫ്രാൻസിൽ, നമ്മുടെ ഇന്ത്യയുടെ പകുതിയുടെ പകുതി ഇല്ല ഫ്രാൻസ്. മറ്റൊരു സംസ്ഥാനത്തിൻ്റെ അത്രയേ ഫ്രാൻസ് ഉള്ളൂ. ജനസംഖ്യ അതിനേക്കാൾ കുറവാണ്. അവിടെയാണ് 3,30,000 കുട്ടികൾ സഹിച്ചത്. അവരിന്ന് ഫാമിലിയൊക്കെയായിട്ട് ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് ജർമ്മനിയിൽ നിന്ന് വന്ന് ആ ജോൺ പറഞ്ഞത് പള്ളിക്കാരുടെ വീര്യം പേറാത്തൊരു വീട് പോലും ഉണ്ടാവില്ല എന്നാണ് അവരെ പറഞ്ഞത്. പള്ളിക്കാർ തൊട്ട് തീണ്ടാത്ത ഒരു വീട് പോലും, അവിടെ സെക്സ് അബ്യൂസ് അനുഭവിക്കാത്ത ഒരു വീട് പോലും അതിൻ്റെ തലമുറകളാണെന്ന് അവിടെ ഉള്ളതെന്നാണ് പറഞ്ഞത്. ശുദ്ധരക്തമില്ലെന്ന്. ഫ്രാൻസിനകത്ത് മാത്രമാണ്. അതാരാ? കാത്തലിക് ചർച്ച്. 1950-നും 2020-നും ഇടയിൽ വിത്ത് എസെൻഷ്യൽ 16,000 people abused by priests and other clerics. ഇതിൽ വേറെ ആൾക്കാരും പെട്ടിട്ടുണ്ട്. അൽമായന്മാർ തന്നെ, അവർ നേതാക്കന്മാരും പെട്ടിട്ടുണ്ട്. അതായത് സിംഹം ഭക്ഷിക്കുമ്പോൾ ഉച്ഛിഷ്ടം ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഈ വേറെ ചില ഹൈനകളൊക്കെ വരില്ല, അതുപോലെ തന്നെ അച്ഛന്മാരും കന്യാസികളും പിടിച്ചു വെച്ച് ബാക്കിയുള്ളത് അവിടെയുള്ള കപ്പ്യാരിമാരായിരിക്കും. പിന്നെ അവിടെയുള്ള മറ്റേ പള്ളി പ്രതിനിധികൾ, പ്രസിഡൻറ്റും കമ്മിറ്റിക്കാരും അവർക്കും കുറേശ്ശെ മാംസത്തിൻ്റെ തുണ്ട് വീതിച്ചു കൊടുക്കാറുണ്ടെന്ന്. ഒലിവർ സേവിഗ്നാക്ക് who was sexually abused by a priest in 1993. ഒലിവർ സാവിഗ്നാക്ക് എന്നൊരാൾ, അയാൾ പറയണത് അയാൾ സെക്സ്വലി അബ്യൂസ്ഡ് ആയിട്ടുണ്ട് 1993 at the age of 13. has contributed to a report as a victim representative. അങ്ങനെയും വന്ന് പറഞ്ഞിട്ടുണ്ട് 13ാമത്തെ വയസ്സിൽ ഇന്ന വിധത്തിലാണ് ഞാൻ ഈ സെക്ഷൽ അബ്യൂസിന് വിധേയനായത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. I perceived this priest as someone who was good, a caring person who would not harm me. അയാളങ്ങനെ അയാളുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത്, അല്ലെങ്കിൽ അയാളുമായിട്ട് സൗഹൃദത്തിലുള്ള സമയത്ത് അയാളൊരു പ്രീസ്റ്റായിരുന്നു. ഇങ്ങനെയുള്ള കാര്യം ചിന്തിച്ചിട്ടേ ഇല്ല. ഇങ്ങനൊരു തന്നെ ഈ വിധത്തിൽ പീഡിപ്പിക്കുന്നുള്ള കാര്യം ചിന്തയ്ക്കകത്ത് പോലും വന്നിരുന്നില്ല. സാവിഗ്നാക്ക് പറയുകയാണ്, ബട്ട് ഇറ്റ് വാസ് വെൻ ഐ ഫൗണ്ട് മൈ സെൽഫ് on that bed half naked and he was touching me that I realized something was wrong. അയാൾ ഒരു ഷെഡ് മാത്രമായിട്ട് അവിടെ കിടക്കുകയാണ്. ഇവൻ കയറി ചെല്ലുന്ന സമയത്ത് അത് ഇവനെ കയറി പിടിച്ചു. അപ്പോൾ മനസ്സിലായി എന്തോ സംതിങ് റോങ് അവിടെയുണ്ട് എന്ന് മനസ്സിലായി. I realized something was wrong. അവിടെ എന്തോ തെറ്റുകളുണ്ട് മനസ്സിലായി. He says the abuse which carried for 1 year. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അത് അവരെ അനുവദിച്ച് കൊടുക്കേണ്ടി വന്നു എന്നർത്ഥം, വിധേയപ്പെടേണ്ടി വന്നു. ഡാമേജ്ഡ് ഹിം ഫോർ ലൈഫ്. അത് മൊത്തം ലൈഫിനെയാണ് ഡാമേജ് ആക്കിയത്. ഇറ്റ്സ് ലൈക്ക് എ ഗ്രോയിങ് സിസ്റ്റ്, ഇറ്റ്സ് ലൈക്ക് എ ഗാംഗ്രീൻ ഇൻസൈഡ് ദ വിക്ടിംസ് ബോഡി ആൻഡ് ദ വിക്ടിംസ് സൈക്കി. പിന്നെ അത് മനസ്സിലത് ബാധിക്കും, തൻ്റെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്നു. ഇതൊക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഇതിനെ തന്നെ കൂടിയതായിട്ട് പറയുന്നില്ല. ഇതിനകത്ത് ഒരുപാട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. President of the Conference Bishops of France, Eric D. Moulin-Beaufort, said Tuesday, "We are appalled at the conclusions of the reports and the number of victims." He said, "This report is tough. It is severe. We have heard the voice of the victims. We have heard their numbers. They are beyond what we could imagine." ഞങ്ങൾ വിചാരിച്ചാൽ അപ്പുറമായിരുന്നു ഈ കാര്യങ്ങൾ മുഴുവൻ. ഈ സംഭവഗതികളും അതിൻ്റെ എണ്ണവും അതിൻ്റെ ബാഹുല്യവും ചെയ്തു വെച്ച പീഡനത്തിൻ്റെ കനവും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നു. ഇറ്റ് ഈസ് ട്രൂലി അൺബെയറബിൾ. സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു പറഞ്ഞത്. ഐ എക്സ്പ്രസ് മൈ ഷെയിം. ഞാൻ അതിൻ്റെ നാണക്കേട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ്. മൈ ഡ്രെഡ്, മൈ ഡിറ്റർമിനേഷൻ ടു ആക്ട്.
To the victims, some of whom I know by name, I want to tell you that my dish here on this day is to ask for your forgiveness. അത് കുറേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് മാപ്പും തെറ്റും പറയുകയാണ് ഇപ്പോൾ ഇരുന്നിട്ട്. അമേരിക്കയിലുള്ള പല പള്ളികളും വിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പള്ളികൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഇത്തരം കാര്യങ്ങൾ മാസാമാസം കൊടുക്കുകയാണ്. ഇത്ര $, ലക്ഷക്കണക്കിന് $. അവിടെ വെച്ചാൽ വലിയ തരത്തിൽ പിഴ വിധിക്കുന്ന സ്ഥലമാണ് അതൊക്കെ. പള്ളി വിൽക്കണം, എന്താ ചെയ്യുക? എന്താ കാരണം? ഒരച്ഛന് കാമം തോന്നി, അല്ലെങ്കിൽ കന്യാസ്ത്രീക്ക് കാമം തോന്നി, ആരും കയറി പിടിച്ചു, അയാളോട് കേസ് കൊടുത്തു, $20 ലക്ഷം കൊടുക്കുക, പള്ളി വിൽക്കണമെന്ന്. അങ്ങനെയാണ് പള്ളി വിൽക്കുന്നത്, പലയിടത്തും വിൽക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ കഴിഞ്ഞ കുറേ പ്രാവശ്യമായിട്ട് അനുപമ സിസ്റ്ററുടെ നേതൃത്വത്തിൽ കുറവിലങ്ങാട്ട് പള്ളിയിലെ അവരുടെ നേതൃത്വത്തിലൊരു ഒരു വഞ്ചി സ്ക്വയറിലോ മറ്റോ എറണാകുളത്ത് അവരവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം 2-3 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ തപസ്സിരുന്നത്. അവരൊരാളും തിരിഞ്ഞു നോക്കിയില്ല. നമ്മളെല്ലാം വിചാരിച്ചു എന്തുകൊണ്ടാണ് ഈ ഫ്രാങ്കോവിൻ്റെ കേസ്, റോബിൻ്റെ കേസ്, പൂതിർക്ക അച്ഛൻ്റെ കേസ്, കോട്ടൂരാൻ്റെ കേസ്, പണ്ടിതുപോലെ തന്നെ മറിയക്കുട്ടി കൊലക്കേസ് ഉണ്ടായിട്ടുണ്ട്. അതും തള്ളി തള്ളി പോകേണ്ടായത്. അതിനും വേണ്ടി അന്നത്തെ കാലത്ത് ലക്ഷങ്ങളാണ് മുടക്കിയത്, ഇപ്പോൾ വലിയ കോടികളാണ് മുടക്കുന്നത് അഭയ കൊലക്കേസിലൊക്കെ. എന്തുകൊണ്ടത് ചെയ്തത്? ഇത് അവരുടെ ഒരു കരിയറാണ്, ഈ തൊലിക്കന്മാരുടെ ഒരു പരിപാടിയാണ്. അച്ഛൻ്റെ വേഷം കെട്ടി വരുന്ന സമയത്ത് കാലത്ത് മുതൽ വൈകുന്നേരം വരെ ബൈബിൾ പഠിക്കുക, ബൈബിൾ പറയുക, ബൈബിൾ പഠിക്കുക, ബൈബിൾ പറയുക. അപ്പോൾ ഇവന്മാർ വരില്ല. അപ്പോൾ അവർ ആകർഷിക്കാൻ വേണ്ടി, മോനെ ഇങ്ങോട്ട് വാ, മോനെ മോനിക്ക് മിഠായി തരാലോ, നേന്ത്രപ്പഴം വായിൽ കുത്തികയറ്റി തരാലോ എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളെ നമ്മൾ ആകർഷിച്ചെടുക്കില്ല. ഇതുപോലെയാണ് പറയണത്, നിങ്ങൾക്ക് പെണ്ണുങ്ങളെ തരാലോ, ദേ കന്യാസ്ത്രീ മഠത്തിൻ്റെ തൊട്ടപ്പുറത്താ പള്ളി, കന്യാസ്ത്രീ മഠത്തിൻ്റെ അപ്പുറത്താണ് നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം. ഈ രീതിയിൽ അവർ ആകർഷിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരെണ്ണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വലിയ വിഷമമാണ്. ആയതുകൊണ്ട് സെക്ഷൽ അബ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ ഏത് കന്യാസ്ത്രീയുടെ ഉണ്ടായത്? അവരെ വിളിച്ച് അവരെ പറഞ്ഞ് ഒരുവിധം സോപ്പിട്ട് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ആ കേസ് പിൻവലിപ്പിക്കുന്നു. നിരക്കപ്പരക്കെ പലയിടത്തുള്ള സംഭവമാണ്. ചിലത് അവർ വിട്ടുകൊടുക്കുന്നില്ല. അതാണ് ഫ്രാങ്കോവിൻ്റെ സംഭവത്തിലുണ്ടായത്. അതുപോലെ തന്നെ സിസ്റ്റർ ജസ്മിയുടെ സംഭവത്തിലുണ്ടായത്. അവരൊന്നും അത് വിട്ടുകൊടുത്തില്ല, പിടിച്ച പിടിയിൽ നിന്നു. അപ്പം നമ്മൾ ഈ വിശേഷം അറിഞ്ഞു. ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ വാസ്തവത്തിൽ ഈ സഭയെ സംബന്ധിച്ചിടത്തോളം സെക്ഷൽ അബ്യൂസിങ്, ആ സഭയ്ക്കകത്തുള്ള അൽമായന്മാരുടെ പെൺകുട്ടികൾ, അവരുടെയുള്ള വിഡോസ് അല്ലെങ്കിൽ അവിടെയുള്ള സ്ത്രീകൾ, അവരുമായിട്ട് അവിടെയുള്ള ഫാദർമാർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി പറയുകയാണ്, ആ വീട്ടുകാർ പറയുകയാണ്, ദേ എൻ്റെ ഭാര്യയെ അയാൾ സെക്ഷലായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചു അച്ഛൻ. ഓ അങ്ങനെയാണോ? അത് നമുക്ക് തീർക്കാട്ടോ, നീ വൈകുന്നേരം വാ അല്ലെങ്കിൽ നാളെ വാ വന്ന് പറഞ്ഞ് പോട്ടടാ, നീ അതൊക്കെ നീ വലിയ കാര്യമാക്കണ്ട, അത് നമുക്കൊക്കെ മോശമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ വെള്ളപൂശിയാണ്. തൃശ്ശൂരുണ്ടായിരുന്ന ചിയ്യാരത്തുണ്ടായിരുന്നൊരു സ്റ്റുഡിയോയിലുള്ളൊരു അച്ഛൻ അവിടെ സൺഡേ ക്ലാസ്സിന് വന്നിരുന്നൊരു പെണ്ണിനെ, ക്രിസ്ത്യാനി പെണ്ണിനെ, അതിനെ അടിച്ചുകൊണ്ട് പോയി. വലിയ വാർത്തയായിരുന്നത്. എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായേ? ഒന്നും ഉണ്ടായില്ല. ആ പെണ്ണിനെ തിരിച്ചു കൊണ്ടുവന്ന് ആ മണമുണാഞ്ചൻ ഭർത്താവിനെ ഏൽപ്പിച്ചു. അയാൾ ഇപ്പോഴും അതിനെ ഭാര്യയായിട്ട് കൊണ്ടു നടക്കണം. കൊണ്ടുപോയതാണത്. അതിൻ്റെ റെക്കോർഡിങ് മേധാവിയാണ്. അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ആ സ്ഥാപനത്തിൽ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഈ ഫാദറിനെ ഡിസ്മിസ് ചെയ്തോ സസ്പെൻഡ് ചെയ്തോ ഒന്നും ചെയ്തില്ല. അയാൾ ഇപ്പോഴും അവിടെയുണ്ട്. അപ്പം ഇതൊരു ആഗോള ഒരു യൂണിവേഴ്സൽ കരിയറാണ് അവരുടെ. ഒരു പെൺകുട്ടിയെ അവമാനിച്ചാൽ അത്രയ്ക്ക് എന്താ അപമാനം? നമ്മളൊരു പാത്രത്തിൽ ചായ കുടിച്ചു കഴിഞ്ഞാൽ അതിന് ആ പാത്രം വലിച്ചു കളയാറുണ്ടോ? അത് കഴുകി അവിടെ വെക്കും, അത്രയേ ഉള്ളൂ. ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല എന്നാണ് അവരുടെ പെൺകുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിതിവിടെ പറയുന്ന സമയത്ത്, ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പറയുന്ന സമയത്ത്, ഞാനിതുപോലെ തന്നെ ഇടുക്കിയിൽ ഒരു ക്രിസ്ത്യൻ വീട്ടിലാണ് ഇരിക്കുന്ന സമയത്ത് അവിടെ പോപ്പിൻ്റെ ഫോട്ടോ വെച്ചില്ല. ഈ പോപ്പിൻ്റെ അതിന് മുമ്പുള്ള പോപ്പിൻ്റെ 2 ഇംഗ്ലീഷുകാർ കയറി വന്നപ്പോൾ എന്നെ അപ്പുറത്തും വിളിച്ചു. അന്ന് എന്നെ അവിടെ, ഞാൻ വെള്ളിയാണ് ബ്രഹ്മചാരി, പക്ഷേ അവർ സ്വാമിനെ വിളിക്കുക. സ്വാമി ഇവരെന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ അവർ വന്നപ്പോൾ അവിടെ കള്ളിപ്പാറ എവിടെ ഒരു സ്ഥലത്ത് പോകണം, അവിടേക്ക് പോകാൻ ആരെങ്കിലും ഉണ്ടോ, പരിചയമുള്ളവരുണ്ടോ, കാട്, അത് വല്ല താല്പര്യം കണ്ടിട്ട് അവർ പറയുന്നതാണ്. അതാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ അവിടെ വന്ന് കയറി ഇവരെ പരിചയപ്പെട്ടു. അവർ ഇന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അവിടെ പോപ്പിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു യുവർ പോപ്പ് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞ വാക്കെന്താണെന്ന് അറിയാമോ? ബാസ്റ്റർന്ന്. പിന്നെ അവരും കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യൻ സഭ എന്ന്. ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിനകത്തുള്ള അണ്ടച്ചിന്തകൾ ചില സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്. ആ അണ്ടച്ചിന്തകളേക്ക് വാരിക്കൂട്ടി മൂലയ്ക്ക് കൊണ്ടിടും, കോണിച്ചോട്ടിൽ അവിടെ കൊണ്ടിടും. പിറ്റേ ദിവസം അടിച്ച് വലിയത് കോണിച്ചോട്ടിൽ കൊണ്ടിടും.
ഇങ്ങനെ മാലിന്യം അവിടെ വന്ന് പുഴുവയ്ക്കും വന്നിട്ട് അതിന് മണം വരുമ്പോൾ പോയിട്ടാണ് പിന്നെ പട്ടാരട്ടങ്ങാന്ന് പറഞ്ഞിട്ട് അതെല്ലാം വാരി കെട്ടിയിട്ട് പിന്നെ പുറത്ത് കെട്ട് കളയുക. ഇത് ഞാൻ പറയാനുണ്ട്, ക്രിസ്ത്യൻ സഭ മുങ്ങി താഴുകയാണ്. അവർ മാലിന്യരഹിതമാക്കുകയല്ല ചെയ്യുന്നത്, മാലിന്യത്തെ ഒരു ഭാഗത്ത് കൂട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ആരും അറിയാതെ തൽക്കാലം അതിൻ്റെ മേലെ കുഷ്ഠരോഗത്തിൻ്റെ മേലെ കുട്ടിക്കൂറ പൗഡർ ഇട്ട് വെക്കുന്ന പോലെ അവരവിടെ ഇട്ട് വെക്കുകയാണ് ചെയ്തത്. ഇതാണ് വലിയൊരു ബോംബ് സ്ഫോടനം എന്ന പോലെ ചൊവ്വാഴ്ച പൊട്ടിത്തെറിച്ചത്. 3,60,000 എത്രയായി, 60,000 20,000 30,000 3,30,000 കുട്ടികളെ സെക്ഷൽ അബ്യൂസിന് വിധേയമാക്കിയതുകൊണ്ട് ഇപ്പോൾ ഫ്രാൻസിൽ മാത്രമാണ് കേട്ടോ, ഫ്രാൻസിലെ കണക്ക് മാത്രമാണ്, മൊത്തത്തിലെ കണക്ക് എടുത്തു വരുന്നതേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഫ്രാൻസിൽ മാത്രം 3,30,000 കുട്ടികളെ അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അവിടെ ഫ്രാൻസിൽ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ ശുദ്ധരക്തം എത്ര പേരിലുണ്ടാവും? എത്ര കന്യകകളുണ്ടാകും? എത്ര കന്യകകളെയാണ് ആൾക്കാർ വിവാഹം കഴിച്ചിട്ടുണ്ടായിരിക്കുക? മെയ്ഡനായിട്ടുള്ള പെൺകുട്ടികളെ കിട്ടിയിട്ടുണ്ടായിരിക്കുമോ? ഇല്ല. ഇവിടെയാണ് യൂറോപ്പിൽ മുസ്ലിം മതം അഥവാ ഇസ്ലാം വളരുന്നു എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തികൊണ്ട് മുളകൊണ്ട് ആഹാരം കഴിക്കാൻ പാടുള്ളൂ, അങ്ങനെയല്ല. അങ്ങനെയുള്ള പത്രാസ് കാണിക്കലല്ല. അവരുടെ കൃത്യതയാർന്ന സമയങ്ങളിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, അത് പള്ളിയിൽ പോകുന്ന ആൾക്കാർ കുറച്ച് ആൾക്കാർ മാത്രം കാണിക്കുന്നതല്ല, വീട്ടിലാണെങ്കിൽ പോലും സ്ത്രീകൾ അവിടെ നിസ്കരിക്കുന്നുണ്ട്. ഇവിടെ നിസ്കരിക്കുന്നത് അതേപോലെ ഇവിടെ നിസ്കരിക്കുന്നുണ്ട്. രാത്രി നിസ്കാരമുണ്ട്, എല്ലാം ഉണ്ട്. അവരുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന അവരുടെ മനോഭാവം കണ്ടിട്ട് വിസ്മയപ്പെട്ട് നിൽക്കുകയാണ് യൂറോപ്യൻസ്. പലരും പല സ്ഥലത്ത് ഈ തടി തപ്പിപ്പോയി, ചില ബുദ്ധിസ്റ്റുകളായിപ്പോയി, ചിലർ ഇവിടെ വന്ന് സന്യാസ മഠത്തിലും അവിടെ ചെന്ന് ഇവിടെ നിൽക്കുന്നു. പലരും മാതാമൃതാനന്ദമയുടെ അവിടെ. ഞങ്ങളുടെയും ആശ്രമങ്ങളിൽ ഒരുപാട് പേര് ഞങ്ങളുടെ ആശ്രമങ്ങളിൽ വരുന്നൊരു വിദേശികൾ അവിടെ നിന്ന് മുണ്ടെടുത്ത് കൗബീനവും ചുറ്റി മറ്റേ വിഭൂതി അണിഞ്ഞ് അവിടെ ജീവിക്കുന്നു. കാരണം എന്താണ്? അവരുടെ നാട്ടിൽ ഈ ത്വരിക്കൻ മതം നശിച്ച് നാരണക്കല്ലടിഞ്ഞു എന്നർത്ഥം. ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ, തല പൊന്തിച്ച് നടക്കാൻ പറ്റാത്ത രീതിയിലായിക്കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, അതല്ലേ ഇവിടുത്തെ അവസ്ഥ? ഇന്ന് ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ അവസ്ഥ എന്താണ്? ഫ്രാങ്കോ കേസ് ഇന്ന് ഒരുത്തൻ ഇതിലെഴുതിയിരിക്കുകയാണ്, ഫ്രാങ്കോ കേസ് തെളിഞ്ഞിട്ടില്ലല്ലോ എന്ന്. കഴിഞ്ഞില്ലേ? ഫ്രാങ്കോ കേസ് തെളിഞ്ഞിട്ടില്ലല്ലോ എന്ന്. ഇനി സുപ്രീം കോടതിയിൽ കെടുക്കുകയല്ലേ എന്ന്. അവയെ കൊന്നു എന്താ തെളിവ്? അവയെ കിണറ്റിൽ വീണു എന്നുള്ളതിന് എന്താ തെളിവ്? പൂതൃക അച്ഛനും മറ്റേ ഇവനെ കോട്ടൂർ അച്ഛനും തമ്മിൽ മൂന്നാമതൊരു പെണ്ണിനെ വെച്ച് ലൈംഗികബന്ധം പുലർത്തിയതിൽ എന്താ തെളിവ്? റോബിൻ അച്ഛനെ എതിരെ അനാവശ്യമുള്ള അലിഗേഷൻ നടത്തിയിട്ട് അയാളെ നാണം കെടുത്തിയതാണ്, അങ്ങനെ വന്നുകൂടെ? എല്ലാത്തിനും ഇങ്ങനെ വെള്ളപൂശിക്കൊണ്ടിരിക്കുക. ഇലക്ഷൻ കാലത്ത് ചുമര് വെള്ളപൂശില്ല എന്ന് പറഞ്ഞ പോലെ അവർ നടത്തുന്ന എല്ലാ കാര്യത്തിനെയും അവർ വെള്ളപൂശിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കുഷ്ഠരോഗത്തിൻ്റെ മേലെ കുട്ടിക്കൂറ പൗഡർ ഇട്ടിട്ട് കാര്യമില്ല. കുറച്ച് കഴിയുമ്പോൾ കുഷ്ഠരോഗത്തിൻ്റെ ചെലവും ചോര അതിൻ്റെ മേലെ വരും. പിന്നെ നമ്മൾ അനുഭവിക്കുന്ന കുഷ്ഠരോഗത്തിൻ്റെ വൃത്തിയായിട്ട് മണവും അതിന് വരുന്ന ചെലവും ചോര അതിൻ്റെ മണവും ഈ പൗഡറിൻ്റെ മണവും കൂടിയിട്ടാണ്. പിന്നെ കുട്ടിക്കൂറ പൗഡർ കാണുമ്പോൾ തന്നെ ആ മണം ഓർമ്മ വരിക. അപ്പോൾ ഒരു മൂടി വെച്ചു, വീണ്ടും അതിനകത്ത് കൊണ്ട് തള്ളി മൂടി വെച്ചു, വീണ്ടും അതിനകത്ത് തള്ളിക്കൊണ്ട് മൂടി വെച്ച് 60 വർഷം മൂടി വെച്ചു. ഇപ്പം എന്താ, എല്ലാം കൂടി ബ്ലാസ്റ്റായി മാറിയതല്ല, പൊട്ടിത്തെറിച്ചു, അഗ്നിപർവ്വതം കണക്കെ. ഇന്ന് ലോകത്തിലെമ്പാടും ചർച്ച ഇതാണ്. വാസ്തവത്തിൽ ക്രിസ്ത്യൻ സഭയിലുള്ള ആളുകൾക്ക് തലപൊന്തിച്ചു നടക്കാൻ കഴിയാത്ത, പള്ളിയിൽ പോകുന്ന സമയത്ത്, നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു പെണ്ണ് പള്ളിയിൽ പോകുന്ന സമയത്ത് ഇടയ്ക്ക് ചേച്ചി കുമ്പസരിക്കാനാണോ എന്ന് വെച്ചാൽ അടിക്കും അവർ. അവരുടെ അരമനകളിലേക്ക് ഒരു സ്ത്രീ കയറി ചെല്ലാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ഒരു സ്ത്രീ കയറി ചെന്ന് ഇറങ്ങി വരുന്ന സമയത്ത് എന്തുണ്ട്, ആ പെണ്ണാട് കയറി പോകണമില്ലല്ലോ, എന്താ വല്ല ഡിങ്കോൾഫി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ സംശയത്തിന് ഇട നൽകി കഴിഞ്ഞു അവർ, നശിച്ചു അവർ. ഇനി ഫീനിക്സിനെ പോലെ നശിച്ചിട്ട് നന്നാവണം, മാറണം, എന്നാലേ ഈ സഭ രക്ഷപ്പെടുള്ളൂ. ഇതുകൊണ്ടാണ് പാലാ ബിഷപ്പും മറ്റുള്ള ആൾക്കാരൊക്കെയും കൂടി അവരുടെ മാലിന്യം കെട്ടിപ്പൊതിഞ്ഞിട്ട് മുസ്ലിമിൻ്റെ വീട്ടിൽ കൊണ്ടിടാൻ ശ്രമിച്ചത്. അപ്പം അതിൻ്റെ കൂട്ടത്തിലാണ് ഈ പരിപാടിയും, കഞ്ചാവ്, നാർക്കോട്ടിക്. ഇപ്പം സുസ്മിത ഫിലിപ്പോ, അനിത ഫിലിപ്പ്, സുസ്മിത ഫിലിപ്പൊക്കെയും ഹിന്ദു പേരുകളാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്താ തോന്നുക? മനോരമയ്ക്ക് പിന്നെ ഫിലിപ്പിൻ്റെ പേര് ചേർക്കില്ല, സുസ്മിത, കള്ളക്കടത്തിൻ്റെ നേതാവ്.
ഇങ്ങനെ അടിമുടി 2ാം നമ്പർ ബിസിനസ്, കൾപ്രിറ്റ്സ്, ജന്മം കൊണ്ട് തന്നെ കുറ്റവാളികളായിട്ടുള്ള ആളുകളാണ് ലോകമെമ്പാടുമുള്ള ഈ കത്തോലിക്കൻ സഭയിലുള്ളത്, കേരളത്തിലുള്ളത്. പക്ഷേ ഇതിൽ മറ്റൊരു വലിയൊരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ചെയ്ത് വൃത്തികേട് നാളെ ചെറമേൽ അച്ഛനെ കാണുമ്പോഴും, ഇപ്പം ഞങ്ങളുടെ നാട്ടിലെ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട അച്ഛനെ കാണുമ്പോഴും സാധാരണക്കാർക്ക് എന്താ തോന്നുക? ഇതാണ് അച്ഛൻ, ഓണൊരുത്തൻ എന്നാ പറയുക. അവർ യേശുവിൻ്റെ പാതകൾ പിന്തുടരുന്നവരാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അങ്ങനെ ആക്കി മാറ്റി വെച്ചല്ലോ. സന്യാസിമാർ പിന്നെ നേരത്തെ തന്നെ തർപ്പണം കുളിച്ച് വെച്ചിട്ടുണ്ട്. കേരളത്തിൽ സന്യാസിമാരെന്ന് പറഞ്ഞാൽ ചണ്ടി പിണ്ടിയാണ്, ഒരു വിലയില്ല. അങ്ങനെ ആക്കി മാറ്റി വെച്ചു. ഇപ്പോൾ ക്രിസ്ത്യാനികൾ അതാക്കി മാറ്റി വെച്ചു. ലോകമെമ്പാടും വെറുതെ അല്ല പറയുന്നത്, യൂറോപ്പ് തകിടം മറയാൻ പോവുകയാണ്. യൂറോപ്പിലെ ക്രിസ്ത്യാനിറ്റി മുഴുവൻ ആ ക്രിസ്ത്യാനിറ്റിയും ചർച്ചാനിറ്റിയും കുഴിച്ച് മൂടപ്പെടാൻ പോവുകയാണ്. ടോൾസ്റ്റോയുടെ കാലത്ത് ആരംഭിച്ചത് അതൊക്കെ. ഇപ്പോഴാണ് പൊട്ടി തകർന്ന് പുറത്തേക്ക് വന്നതെന്ന് മാത്രം. അവർക്ക് നേരത്തെ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ടാണ് ടോൾസ്റ്റോയി പറഞ്ഞത്, ഐ ബിലീവ് ഇൻ ക്രിസ്ത്യാനിറ്റി ബട്ട് ഐ വിൽ നെവർ ബിലീവ് ചർച്ചാനിറ്റി എന്നാണ് പറഞ്ഞത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ കാലത്ത് തുടങ്ങിയതാണതേ, ഇപ്പോഴാണ് പുറത്ത് വന്നിട്ടുള്ളതെന്ന് മാത്രം. ഏതായാലും ഈ മാറ്റം ഇനി പിടിച്ചു നിൽക്കാൻ ചെർണോബിൽ പൊട്ടിത്തെറിച്ച പോലെ പിടിച്ച് നിർത്താൻ കഴിയാത്ത രീതിയിലായി മാറിക്കഴിഞ്ഞു. അച്ഛന്മാർക്കും അതുപോലെ തന്നെ പള്ളിക്കാർക്കും വേണ്ടി കുരച്ചിരുന്ന ഹിസ് മാസ്റ്റേഴ്സ് വോയിസും പട്ടികൾ, അവർ പോലും കുര നിർത്തി എന്നുള്ളതാണ് സത്യം. ഏതായാലും എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഒരൊറ്റ രാജ്യത്ത്, ഫ്രാൻസ് പറഞ്ഞൊരു കൊച്ചു രാജ്യത്താണ് ഇത് നടന്നത്. 60 വർഷം കൊണ്ട്, നീണ്ട വർഷം കൊണ്ടാണ്, കാലങ്ങളെ കൊണ്ടാണ് നടന്നത്. ചോദിക്കാനും പറയാനും ആർക്കും കഴിഞ്ഞില്ല. ഇന്നിപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അവർകൾ അതിനുവേണ്ടി ഓർഡർ എടുത്തു. അതിനുവേണ്ടി സ്പെഷ്യൽ കമ്മീഷനെ വെച്ചപ്പോഴാണ് വിവരം ശകരം പുറത്തു വന്നിട്ടുള്ളൂ കേട്ടോ. അതിൽ നമ്മളെ അമ്പരിപ്പിക്കുന്നൊരു കാര്യം, അച്ഛന്മാർ മാത്രമല്ല ലോഹ പൊക്കി നടന്നത്, കന്യാസ്ത്രീകളും ഈ ഉടുപ്പും പൊക്കിയിട്ടായിരുന്നു നടപ്പ്. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അവരൊരു പേരിട്ടുണ്ട്, ഈ പ്രശ്നത്തിന് അവരിട്ടുള്ള പേര് രസകരമായിട്ടൊരു പേരാണ് ഇട്ടുള്ളത്. അതായത് വെയിൽ ഓഫ് സൈലൻസ്. വെയിൽ എന്ന് പറഞ്ഞാൽ മൂടുപടം, മൗനത്തിൻ്റെ മൂടുപടം. അത് എന്തർത്ഥമാണെന്ന് ഓർക്കുന്നില്ല. പക്ഷേ മൗനത്തിൻ്റെ മൂടുപടം ഇത് അനുഭവിച്ചവർക്ക് അവരുണ്ടാക്കി വെച്ചോ എന്നാണ് സംശയം. ആരും അങ്ങോട്ടും പറയാതെ, ആരും ചോദ്യം ചെയ്യാതെ അതിഗഹനമായിട്ടുള്ള മൗനത്തിൻ്റെ മൂടുപടം ഇട്ടുകൊണ്ടാണ് കഴിഞ്ഞ 60-70 വർഷമായിട്ട് ഈ പണി തുടർന്നു വന്നിരുന്നത് കത്തോലിക്ക സഭ. ലോകത്തിലെ ഏത് വിശുദ്ധ സ്ഥലത്തുള്ള ഏത് സംസം വെള്ളമാണോ, ഏത് ഗംഗാജലമാണോ, അതിലേക്ക് എത്ര കയറി കുളിച്ചാലും എത്ര കയറി കുടിച്ചാലും തീരാത്തത്ര വൃത്തികേടുകൾ, മ്ലേച്ഛമായിട്ടുള്ള കർമ്മങ്ങൾ, മാലിന്യ കൂമ്പാരത്തിനകത്ത് മുഴുകിക്കെടുക്കുകയാണ് ഈ പുഴുക്കൾ. വെളുത്ത ലോഹയിട്ട ചെകുത്താന്മാർ, തെമ്മാടികൾ, അതുപോലെ തന്നെ വെയിലിട്ട് വെള്ളവെയിലും അതുപോലെ തന്നെ കറുത്ത വെയിലും ഇട്ടിട്ടുള്ള കന്യാസികൾ, വിച്ചസ്, പിശാചുക്കൾ ലോകമെമ്പാടും. എൻ്റെ കുറേ സൂചനകൾ വെച്ചിട്ടാണ് പലപ്പോഴും ഞാനിത് എൻ്റെ നാവും തുമ്പത്ത് ഇങ്ങനെ ഈ വീടുള്ള സരസ്വതി വിളയാടിയിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായല്ലോ, ഇവരെന്താ ചെയ്യുന്നത് ബോധ്യമായല്ലോ. എന്തുകൊണ്ടാണ് ഈ ലോകം ഭരിക്കാൻ പോകുന്നു ഇസ്ലാം എന്ന് പറയുന്നതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. ഇവിടെയുള്ള ഇസ്ലാമല്ല, വരികയാണ്, കുത്തൊഴുക്ക് പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും യൂറോപ്പിൽ കുത്തൊഴുക്ക് പോലെയാണ് ഇസ്ലാമിലേക്ക് വരുന്ന ക്രിസ്ത്യാനികൾ. കാരണം എന്താണ്? അവിടുത്തെ ചിട്ടവട്ടങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ക്രമസമ്പൂർണമായിട്ടുള്ള ജീവിതം, അത് കണ്ട് മോഹിച്ചിട്ട് ഇസ്ലാം കുതിച്ചുയരുകയാണ് ആകാശമേലാപ്പിലേക്ക്. അതേസമയത്ത് തൊലിക്കൻ സഭ പാതാളത്തിലേക്ക് കുതിച്ച് താഴുകയാണെന്നർത്ഥം. ബാക്കിയുള്ള നമുക്ക് കണ്ടു കാണാം. നമസ്കാരം.